Next portion, and an important portion, is Hardy-Weinberg principle. It says that allele frequencies in a population are stable and is constant from generation to generation in the absence of disturbing factors. Allele frequency refers to the frequency of a particular allele in a population. ഒരു പോപ്പുലേഷനെ സങ്കല്പിക്കുകയാണെങ്കിൽ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർബ്രീഡിങ് പോപ്പുലേഷൻ, മെയിൽ ഫീമെയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനെ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അലീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അലീൽ എന്തുമാത്രം ഉണ്ട് ഒരു പോപ്പുലേഷനിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീൽ ഉണ്ടാവുമല്ലോ, ഡോമിനൻ്റ് അലീലും റിസസീവ് അലീലും. അതിൽ ഒരു ഡോമിനൻ്റ് അലീൽ അതെന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ റിസസീവ് അലീൽ അതെന്തുമാത്രം ഉണ്ട്, അതിനാണ് നമ്മൾ അലീൽ ഫ്രീക്വൻസീസ് എന്ന് പറയും. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, അലീൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് ഇസ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലെ അലീൽ ഫ്രീക്വൻസീസ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ അലീൽ ക്യാപിറ്റൽ ടി, അതൊരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അലീൽ ഫ്രീക്വൻസി ഏകദേശം കോൺസ്റ്റൻ്റായി നിലനിൽക്കും. എങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഫാക്ടേഴ്സൊന്നും ഇല്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റായി എത്ര ജനറേഷൻ വേണമെങ്കിലും നിലനിൽക്കും. അതായത് ഒരു പെർട്ടിക്കുലർ അലീലിൻ്റെ കോൺസെൻട്രേഷൻ വെറുതെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യില്ല. ദ ജീൻ പൂൾ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ മൊത്തം ജീൻ പൂൾ അല്ലെങ്കിൽ അലീൽസ്, അതിന് പറയുന്ന പേരാണ് ജീൻ പൂളെന്ന്. അപ്പോൾ ജീൻ പൂൾ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി-വീൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ജീൻ പൂളിലെ ഇൻഡിവിജ്വൽ അലീൽസ് ഉണ്ടല്ലോ, അതിൻ്റെ എമൗണ്ട് കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്നതാണ് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഇസ് ഈക്വൽ ടു 1. അതായത് ഒരു അലീലിക് ഫ്രീക്വൻസി, എല്ലാ അലീലിൻ്റെയും കൂടെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ് കിട്ടേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, എ പോപ്പുലേഷൻ ഓഫ് 20 ബീറ്റിൽസ്, 20 ബീറ്റിലിൻ്റെ ഒരു പോപ്പുലേഷനാണ് തന്നിരിക്കുന്നത്. ഓരോ ബീറ്റിലും ഓരോ ജീൻ പൂളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടലാണ് ആ പോപ്പുലേഷൻ്റെ ജീൻ പൂൾ. മനസ്സിലായോ? ഒരു പോപ്പുലേഷൻ ഓഫ് 20 ബീറ്റിൽസ് നമ്മളെടുത്തു, ഓരോ ബീറ്റിലും ഒരു ജീൻ പൂളാണ്, ഓരോ ബീറ്റിലും ധാരാളം ജീൻസ് ഉണ്ട്. ഇനി ആ 20 ബീറ്റിൽസിൻ്റെയും കൂടി ജീനിനെ പറയുന്ന പേരാണ് ആ പോപ്പുലേഷൻ്റെ ജീൻ പൂൾ, ആ പോപ്പുലേഷൻ്റെ മൊത്തം ജീൻ പൂൾ. കാരണം ആ പോപ്പുലേഷനിൽ 20 ബീറ്റിൽസ് ഉണ്ട്. ഇപ്പം മനസ്സിലായോ? അലീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അലീൽ, ഇപ്പോൾ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി, അത് എന്തുമാത്രം ഉണ്ട്, ഒരു പോപ്പുലേഷനിൽ എന്തുമാത്രം ഉണ്ട് എന്ന് പറയുന്നതിനാണ് അലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ജീൻ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഈ കേസിൽ ലേഡി ബേർഡ് ബീറ്റിലിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ബീറ്റിലും ഓരോ ജീൻ പൂളാണ്. അവരുടെ ടോട്ടാലിറ്റി ഓഫ് ദി ജീൻ പൂളാണ് ആ മൊത്തം പോപ്പുലേഷൻ്റെ ജീൻ പൂളെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അലീൽ ഫ്രീക്വൻസി എല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കിയാൽ ടോട്ടൽ അലീൽ ഫ്രീക്വൻസി ഈസ് 1. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാൻസിനെ കൺസിഡർ ചെയ്യാം. അതിൽ പിയും ക്യൂവും, സ്മോൾ പി അതാണ് അലീൽ എ എന്ന് പറയുന്ന അലീലിൻ്റെ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന അലീലിൻ്റെ ഫ്രീക്വൻസി പി ആണ്. സ്മോൾ എ എന്ന് പറയുന്ന അലീലിൻ്റെ ഫ്രീക്വൻസി ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എ, അതായത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഫ്രീക്വൻസിയാണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എയുടെ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ നമുക്കറിയാം, ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്ലോയിഡ് ആണല്ലോ, അപ്പോൾ അതിൽ 2 അലീലുണ്ടാവും. അതായത് ഒന്നുകിൽ ഒരു ജീൻ എയും സ്മോൾ എയും ആണ്. അപ്പോൾ ഒരു ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്യാപിറ്റൽ എ ആയിരിക്കും,
അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും, അതും അല്ലെങ്കിൽ സ്മോൾ എ ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നാണ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, പി എന്ന് പറഞ്ഞാൽ എയുടെ അലീൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ, ക്യൂ എന്ന് പറഞ്ഞാൽ അലീൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫ്രീക്വൻസി ഓഫ് എ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസമാണത്. അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് പി സ്ക്വയർ എന്നാണ്. ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ അത് ക്യൂ സ്ക്വയർ. ഇനി ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മോൾ എ അതെങ്ങനെയായിരിക്കും? 2pq ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ബൈനോമിയൽ എക്സ്പാൻഷനാണ്. പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് ഈ കാണുന്നത്. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീലിനാണ് പി സ്ക്വയർ എന്ന് പറയുക. ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റിസസീവ് അലീലിനാണ് ക്യൂ സ്ക്വയർ എന്ന് പറയുക. ഇനി ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ്, അതാണ് 2pq. അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു അലീലിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അലീലിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അലീൽ ഇൻ എ പോപ്പുലേഷൻ ഡിസ്റ്റർബ്സ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. അപ്പോൾ ഈ അലീൽ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിനെ ചേഞ്ച് ചെയ്യും. അതാണ് ഇവല്യൂഷന് കാരണമാകുന്നത്. ഈ ചേഞ്ച് ഇവല്യൂഷന് കാരണമാകും. ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് അലീൽസ്, അതായത് ക്യാപിറ്റൽ എ സ്മോൾ എ, ടോട്ടൽ നമ്പർ എത്രയാണ്? 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടം കണ്ടാൽ തന്നെ അറിയാം, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 26 എണ്ണവും സ്മോൾ എ എന്ന് പറയുന്നത് 14 എണ്ണവുമാണ്. ഇനി ഫ്രീക്വൻസി ഓഫ് എ, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്മോൾ പി, ദാറ്റ് ഈസ് 26/40 ആണ് അല്ലേ? 26 എണ്ണം, ആകെ എത്ര എണ്ണം ഉണ്ട്? 40. 40യിൽ 26 എണ്ണം എ ആണ്. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ, ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ അലീൽ, ഡോമിനൻ്റ് അലീൽ എ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്യൂ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടു പി പ്ലസ് ക്യൂ അല്ലെങ്കിൽ പി സ്ക്വയർ പ്ലസ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കണ്ടു. ഇത് അപ്പോൾ പി പ്ലസ് ക്യൂ എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ പി നമുക്ക് കിട്ടി അല്ലേ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.65 നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ദാറ്റ് ഈസ് 26, 26 എണ്ണം ക്യാപിറ്റൽ എയും സ്മോൾ എ 14 എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 26, എത്രയിൽ 26? ടോട്ടൽ 40 ആണ്. 26/40 ഇസ് ഈക്വൽ ടു 0.65. അങ്ങനെയാണെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 1 മൈനസ് 0.65 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.35. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഫ്രീക്വൻസി ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ എ, അതായത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസ് എത്ര എണ്ണുണ്ട്? അപ്പോൾ എത്ര എണ്ണുണ്ട്? ദാറ്റ് ഈസ് 10/20. നമ്പർ ഓഫ് ബീറ്റിൽസ് 20 ആണെന്ന് നമ്മൾ തന്നു. അടുത്തതിൽ നമ്പർ ഓഫ് ബീറ്റിൽസ് 20 ആണ്. അപ്പോൾ ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ 10ഉം ക്യാപിറ്റൽ എ സ്മോൾ എ 6ഉം സ്മോൾ എ 4ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലേ? 10/20, അതായത് 0.5. ഇനി ഫ്രീക്വൻസി ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ എ സ്മോൾ എ, ഇത് ഇവിടെ 6 അല്ലേ തന്നിരിക്കുന്നത്? 6/20, that is 0.3. Next, frequency of genotype small a. അപ്പോൾ എത്ര തന്നിരിക്കുന്നത്? സ്മോൾ എ 4 ആണ്. അപ്പോൾ 4/20 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എണ്ണമാണ് കേട്ടോ. ദാറ്റ് ഈസ് 0.2. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, നേരത്തെ പറഞ്ഞാൽ ശരിയല്ലേ? പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അത് ശരിയല്ലേ? നോക്കിയാൽ മതി.
ഇനി അടുത്തതാണ്, ഇപ്പോൾ എന്താണ് ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ മനസ്സിലായോ? ഒരു ജീൻ പൂളിലെ ജീൻ ഫ്രീക്വൻസി, ഒരു ജീൻ പൂളിൽ ജീൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അലീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അലീൽ എന്തുമാത്രം ഉണ്ട്, അതാണ് അലീൽ ഫ്രീക്വൻസി. അപ്പോൾ ഒരു ജീൻ പൂളിലെ അലീൽ ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. എത്രത്തോളം കാലം? അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തിടത്തോളം കാലം അത് കോൺസ്റ്റൻ്റായി നിലനിൽക്കും. അതാണ് ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നേരത്തെ പറഞ്ഞില്ലേ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടർ എന്ന്, ആ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. നെക്സ്റ്റ് വൺ ഈസ് ജനറ്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ജനറ്റിക് റീകോമ്പിനേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നാച്ചുറൽ സെലക്ഷൻ. ഫസ്റ്റ് വൺ ആണ് ജീൻ ഫ്ലോ. ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജീൻ ഫ്ലോ ഫ്രം വൺ പോപ്പുലേഷൻ ടു അനദർ. ഹിയർ ജീൻ ഫ്രീക്വൻസീസ് ചേഞ്ച് ഇൻ ബോത്ത് പോപ്പുലേഷൻസ്. അതായത് ഒരു ജീൻ വേറൊരു പോപ്പുലേഷനിലേക്ക് ഫ്ലോ ചെയ്യാം. അത് ഇമിഗ്രേഷൻ ആവാം, എമിഗ്രേഷൻ ആവാം. ഒരു പോപ്പുലേഷനിലേക്ക് പുതിയ കുറേ ഓർഗാനിസംസ് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഓർഗാനിസംസ് വേറെ പോപ്പുലേഷനിലേക്ക് പോവാം. അത് രണ്ടും ആവാം. അതിനെയാണ് ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഓഫ് സ്പ്രിങ് ഓഫ് ഇമിഗ്രേറ്റഡ് ബേർഡ് പോപ്പുലേഷൻ എ എന്ന് പറയുന്നത് സെലക്ഷൻ പ്രഷർ എഗൻസ്റ്റ് റിസസീവ് ഫിനോടൈപ്പ് ഹാസ് ക്രിയേറ്റഡ് എ ഹോമോസൈഗസ് പോപ്പുലേഷൻ. ഒരു ഹോമോസൈഗസ് പോപ്പുലേഷൻ ഉണ്ടാക്കി ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞ ഒരു പോപ്പുലേഷൻ. അതാണ് നീല കളറിൽ കാണുന്നത്. ഇനി സ്മോൾ എച്ച് എന്ന് പറയുന്ന പോപ്പുലേഷനാണ് റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ഇവരുടെ ഓഫ് സ്പ്രിങ്സ് എങ്ങോട്ട് പോയി? ആ നീല അതായത് ക്യാപിറ്റൽ എച്ച് ഉള്ള സ്ഥലത്തേക്ക് പോയി. കണ്ടോ? ഇവരുടെ ഓഫ് സ്പ്രിങ്സ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് പോയിട്ട് ഈ പോപ്പുലേഷനിലേക്ക് മിഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ജീൻസ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു. നേരെ തിരിച്ച് ഈ പറയുന്ന ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ഓർഗാനിസത്തിൻ്റെ ഓഫ് സ്പ്രിങ്സ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ജീൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇതാണ് ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീൻ ഫ്ലോ. ജീൻ ഫ്ലോ ഒക്കേഴ്സ് ഇഫ് മൈഗ്രേഷൻ ഹാപ്പേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ്. മൈഗ്രേഷൻ കുറേ പ്രാവശ്യം നടക്കുകയാണെങ്കിൽ ജീൻ ഫ്ലോയും അതിനൊപ്പം നടക്കും. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വരിക ഓർഗാനിസംസ്. അതാണ് ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജീൻ ഫ്ലോ ബൈ ചാൻസ്. ജീൻ ഫ്ലോ തന്നെയാണ്, അതായത് ഒരു പോപ്പുലേഷനിൽ നിന്ന് ജീൻസ് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ബൈ ചാൻസ് ആണ്, അതായത് ആക്സിഡൻ്റലാണ്. അത് ജീൻ ഫ്രീക്വൻസി മാറ്റും. അതിനാണ് നമ്മൾ ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സംടൈംസ് ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ഈസ് സോ ഡിഫറെൻറ്റ് ഇൻ ദ ന്യൂ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ദേ ബിക്കം എ ഡിഫറെൻറ്റ് സ്പീഷീസ്. ചില സമയത്ത് എന്ത് പറ്റും? ഈ ജീൻ ഫ്രീക്വൻസിയുടെ ചേഞ്ച് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതായത് ഉണ്ടായിരുന്ന പോപ്പുലേഷനേക്കാൾ ഭയങ്കരമായ വ്യത്യാസമുള്ള ഒരു പോപ്പുലേഷനായിരിക്കും പുതിയത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു പുതിയ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടാവാൻ അത് കാരണമാകും. അപ്പോൾ ഒറിജിനൽ പോപ്പുലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൗണ്ടേഴ്സ് എന്ന്. അപ്പോൾ അതാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് ഇതിന് പറയുന്നത്. ഫൗണ്ടർ ഇഫക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇത്രയും ബീറ്റിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു ആക്സിഡൻ്റൽ ഇവൻറ്റ് നടന്നു. ഒരു പെസ്റ്റിസൈഡിൻ്റെ എന്താ പറയുക ഉപയോഗമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഡേറ്റർ ആവാം, എന്തെങ്കിലും ഒരു ആക്സിഡൻ്റൽ ഇവൻറ്റ് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആവാം, ഒരു ആക്സിഡൻ്റൽ ഇവൻറ്റ് നടന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ റെഡ് കളേർഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രം സർവൈവ് ചെയ്തു, ബാക്കിയുള്ളവർ പെരിഷ് ചെയ്തു. അല്ലെങ്കിൽ അത് ആക്സിഡൻ്റലി ഒരു ഐലൻഡിലേക്ക് പെട്ടു, ഒരു കാറ്റ് വന്നു ഐലൻഡിലേക്ക് പെട്ടു. അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു ആക്സിഡൻ്റിൽ ബൈ ചാൻസിലുള്ള ഒരു ഇവൻ്റാണത്. അതൊരു ഐലൻഡിലേക്ക് പെട്ടു. അപ്പം നാച്ചുറലി എന്ത് സംഭവിക്കും? ഈ റെഡ് ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ലേ ഐലൻഡിലേക്ക് പെട്ടുള്ളൂ. അപ്പോൾ ആ ഐലൻഡിൽ പുതിയൊരു ഗ്രൂപ്പ്, ഈ റെഡ് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരും. അതാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്നൊക്കെ പറയും. ഒരു ആക്സിഡൻ്റൽ ഇവൻ്റാണ്, നേരത്തെ ഉള്ളതല്ല, പക്ഷേ ഒരു ആക്സിഡൻ്റൽ ഇവൻറ്റ്. അതാണ് ഫൗണ്ടർ ഇഫക്റ്റ്.
ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഫൗണ്ടേഴ്സ് ആക്ടേഴ്സ് അല്ലെങ്കിൽ സർവൈവേഴ്സ് ആക്ടേഴ്സ് ഫൗണ്ടേഴ്സ് ഓഫ് ന്യൂ പോപ്പുലേഷൻ. ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു കലാമിറ്റി നടന്നു, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഓർഗാനിസംസ് ഒരു പുതിയ പോപ്പുലേഷൻ്റെ സ്ഥാപകരായി സ്ഥാപകരാകുക. അതിനാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി വീൻബർ പ്രിൻസിപ്പിളിൽ അടുത്ത് വരുന്നത് മ്യൂട്ടേഷനാണ്. അത് നമുക്കറിയാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്സ്. അതായത് ജീനിലുള്ള എന്തെങ്കിലും ഒരു വേരിയേഷൻ അത് പുതിയൊരു വ്യത്യാസം ഉണ്ടാക്കും. അതങ്ങനെ ജനറേഷൻസ് തോറും പോയി കഴിഞ്ഞാൽ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോക്കിയേ, മ്യൂട്ടേഷൻ വേരിയേഷനെ ഉണ്ടാക്കുന്നു. അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മ്യൂട്ടേഷൻ, അപ്പോൾ കുറച്ച് വേരിയൻസ് ഉണ്ടായി. വേരിയൻസ് ഉണ്ടാകുമ്പോൾ ഇത് അൺഫേവറബിൾ ആയിട്ടുള്ള ഓർഗാനിസമാണ്, അതിനെ പെരിഷ് ചെയ്തു, എന്നിട്ട് ഫേവറബിൾ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഓരോ ജനറേഷനിലും ഫേവറബിൾ ആയിട്ടുള്ളവരെ മാത്രം സെലക്ട് ചെയ്തു, ബാക്കിയുള്ളവരെ ഡിസ്കാർഡ് ചെയ്തു. അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻസ് ഡ്യൂറിങ് ക്രോസിംഗ് ഓവർ. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അതായത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും, ഇത് രണ്ടും ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ഈ നീല രണ്ടും സിസ്റ്റേഴ്സ്, ഇവർ രണ്ടും സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ നീലയും ഈ ചുവപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവർ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. അതുപോലെ ഈ നീലയും ഈ ചുവപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവരും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഈ ക്രോമസോമിൻ്റെ പാർട്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ആര് തമ്മിൽ? ഒരിക്കലും ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യില്ല, ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യില്ല. പിന്നെ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക? ഒന്നുകിൽ ഈ രണ്ടെണ്ണം, അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം, അല്ലെങ്കിൽ ഇതും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സിസ്റ്റേഴ്സ് തമ്മിലല്ലാതെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതാ ഈ കാണിച്ചിരിക്കുന്ന പോലെ. അതിനാണ് നമ്മൾ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ നൈട്രജൻ ബേസ് സീക്വൻസ് മാറി. നമുക്കറിയാം, നൈട്രജൻ ബേസ് സീക്വൻസ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന റിസൾട്ടിങ് പ്രോട്ടീൻ മാറും. അങ്ങനെ ആ ക്യാരക്ടർ തന്നെ മാറും. നോക്കി, ഇവിടുത്തെ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂവിലെ ജീൻ ക്യാപിറ്റൽ A B C ആയിരുന്നു. അത് ഹോമോസൈഗസ് കണ്ടീഷൻ. റെഡിലെ ജീൻ സ്മോൾ a സ്മോൾ b സ്മോൾ c ആയിരുന്നു. ഇനി ആ റീകോമ്പിനേഷൻ നടന്നു. ഇവിടെയാണ് വേരിയേഷൻ വരേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ സെയിം ആയിരിക്കും, പ്രശ്നമില്ല. ഇവിടെ പ്രശ്നമില്ല. ഇവിടെയാണ് വേരിയേഷൻ വരിക. ഇവിടെ വേരിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ക്യാപിറ്റൽ A ക്യാപിറ്റൽ B അതുപോലെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ സിക്ക് പകരം എന്ത് വന്നു? സ്മോൾ c വന്നു. അതുപോലെ ഇവിടെ സ്മോൾ സിക്ക് പകരം ക്യാപിറ്റൽ C വന്നു. അപ്പോൾ അവിടെ ആ ജീനിൻ്റെ ഓൾട്ടറേഷൻ സംഭവിക്കും. അത് ആ റിസൾട്ടിങ് പ്രോട്ടീനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അലീൽ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരും. അപ്പോൾ അലീലും വ്യത്യാസപ്പെടുകയല്ലേ? അപ്പോൾ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. അതാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ ലാസ്റ്റ് വണ്ണാണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ 3 തരത്തിലാണ് നാച്ചുറൽ സെലക്ഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക. സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇൻ കേസ് ഓഫ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ നോക്കിയേ എന്താ സംഭവിക്കുക? മോർ ഇൻഡിവിജ്വൽസ് അക്വയർ എ മീൻ ക്യാരക്ടർ വാല്യൂ ആൻഡ് വേരിയേഷൻ ഇസ് റെഡ്യൂസ്ഡ്. ഒരു ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ ഇല്ലേ, ആവറേജ് വാല്യൂ കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അവിടെ നടക്കുന്ന സെലക്ഷനാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂ ബോൺ ചൈൽഡ്. നമ്മൾ കുഞ്ഞിയ വാവകളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ പോകുമ്പോൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് കുട്ടിക്ക് വെയിറ്റ് എത്രയാണ്. അപ്പോൾ സാധാരണ കേസിൽ വെയിറ്റ് പറയുമ്പോൾ നോർമൽ വെയിറ്റ് ഒരു 2.5 to 3 അല്ലെങ്കിൽ 2 to 2.75 അപ്രോക്സിമേറ്റ്ലി 3 ആ റേഞ്ചിലാണ് സാധാരണഗതിയിൽ. 2.5 to 3 ഒക്കെയാണ് സാധാരണ ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു 2ൻ്റെ താഴേക്കും ഒരു 3ൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നോർമൽ വെയിറ്റാണ്. ഇപ്പോഴത്തെ കേസിൽ ഇൻഡിവിജ്വൽസ് സർവൈവ് ചെയ്യും. കാരണം എന്താ? നമ്മൾ സിസേറിയൻ ചെയ്തെടുക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് കുറവാണെങ്കിൽ കുട്ടിയെ ഇൻക്യുബേറ്ററിലൊക്കെ കിടത്തും, വെയിറ്റ് കൂടുതലാണെങ്കിൽ സിസേറിയൻ ചെയ്തെടുക്കും. അങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ അസിസ്റ്റൻസാണ്. പക്ഷെ നേച്ചർ സാധാരണ കേസിൽ പണ്ടൊക്കെ
പ്രസവത്തിൽ മരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ ഈ വെയിറ്റ് വളരെ തീരെ കുറഞ്ഞ കുട്ടികളും വല്ലാണ്ട് കൂടിയ കുട്ടികളും സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ അസിസ്റ്റഡ് ലേബർ ആയതുകൊണ്ട് അതില്ല. എന്നാലും നേച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു സാധാരണ റേഞ്ചാണ്. അപ്പോൾ അതാ പറയുന്നത്, ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഒരു 2.5 to 3 ഒക്കെയാണ് ഒരു ആവറേജ് വാല്യൂ. അതിൻ്റെ അപ്പുറോട്ടും ഇപ്പുറോട്ടും വലിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നേച്ചർ അവരെ സെലക്ട് ചെയ്യില്ല. ഈ ഗ്രൂപ്പിൽ ഉള്ള ഓർഗാനിസത്തിനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നതും അവരെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കുന്നതും. അതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇൻ എ പോപ്പുലേഷൻ if the number of offsprings having mean value of a character is more then the natural selection occurring is of stabilizing type. ഒരു പോപ്പുലേഷനിൽ ഒരു മീഡിയം ഒരു ക്യാരക്ടറിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു മീഡിയം ലെവലുള്ള ഓർഗാനിസംസ് ആണ് കൂടുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ. നോക്കിയേ, അപ്പോൾ അതൊരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ആവറേജ് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഓർഗാനിസംസ് ആണിത്. അവിടെയാണ് പീക്ക് കാണിക്കുക. ബാക്കി താഴോട്ട് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. ഈ രണ്ട് ക്യാരക്ടറും കാണിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. ദിസ് ഇസ് നോൺ ആസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഡയറക്ഷണൽ സെലക്ഷൻ. In case of directional selection, individuals of one extreme are more favored. അതായത് ഏതെങ്കിലും ഒരു എക്സ്ട്രീം ആയിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ പീക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും, ഒന്നുമില്ല ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ച എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മെലാനിസം, അവിടെയും നടക്കുന്ന ഫിനോമിനൻ എന്താണ്? നമ്മൾ പറഞ്ഞതാണ്, അവിടെ നടക്കുന്ന ഫിനോമിനൻ നാച്ചുറൽ സെലക്ഷനാണ്. ആ നാച്ചുറൽ സെലക്ഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ വൈറ്റ് വിങ്ഡ് മോത്ത് എണ്ണം കൂടും, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാർക്ക് വിങ്ഡ് എണ്ണം കൂടും. അപ്പോൾ അറ്റ് എ ടൈം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ എണ്ണമാണ് കൂടുതൽ നിൽക്കുന്നത്. അതിനെയാണ് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു സൈഡിലേക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒന്നുകിൽ വൈറ്റിൻ്റെ എണ്ണം കൂടി നിൽക്കും, അല്ലെങ്കിൽ ഡാർക്കിൻ്റെ എണ്ണം കൂടി നിൽക്കും. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യും, കേവ് ഒരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അതിനാണ് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിൻ്റെ വെയിറ്റ് ആണ്. സെക്കൻഡ് കേസിൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് എക്സാമ്പിൾ ഡയറക്ഷണൽ സെലക്ഷനിൽ. അടുത്തതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇവിടെ ഇൻഡിവിജ്വൽസ് ഓഫ് ബോത്ത് എക്സ്ട്രീം ക്യാരക്ടർ വാല്യൂ ആർ മോർ ഫേവേർഡ്. അതായത് ആവറേജിൻ്റെ എണ്ണം കുറവായിരിക്കും, രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ആവറേജിൻ്റെ എണ്ണം കുറവും എക്സ്ട്രീമിൻ്റെ എണ്ണം കൂടുതലുമായിട്ട് നിന്നാൽ അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് പീക്ക് ഉണ്ടാവും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്? ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ, പെരിഫറൽ ക്യാരക്ടർ വാല്യൂ at both ends of distribution the distribution curve are more favored. പെരിഫറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂവും, അത് രണ്ട് എക്സ്ട്രീമും കൂടുതലായിരിക്കും, പക്ഷേ ആവറേജ് കുറവായിരിക്കും. അതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. ബോഡി സൈസിൻ്റെ വെച്ചിട്ടാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എക്സാമ്പിൾ പറയുന്നത്. എ എന്ന് പറയുന്ന ഗ്രാഫ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ബി എന്ന് പറയുന്ന ഡയറക്ഷണൽ സെലക്ഷൻ, എന്നിട്ട് രണ്ട് പീക്ക് വരുന്നത്, ഇതിൽ തെറ്റുണ്ട്, സി ഡയറക്ഷണൽ, സി ഡിസ്റപ്റ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഫർ കളർ, റാറ്റിൻ്റെ ഫർ കളർ നോക്കുകയാണെങ്കിൽ പലതരം ഫിനോടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ പോപ്പുലേഷൻ ആണ് കൂടുതലെങ്കിൽ അത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആയിരിക്കും. ഇനി ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വേരിയേഷൻ, അതാണ് കൂടുതലെങ്കിൽ ഡയറക്ഷണൽ സെലക്ഷൻ. ഇനി രണ്ടും കൂടുതലാണ്, ആവറേജുകാർ കുറവാണെങ്കിൽ അത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ഹാർഡി വീൻബർ പ്രിൻസിപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് മൈഗ്രേഷൻ, അതായത് ഓർഗാനിസംസ് ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറെ പോപ്പുലേഷനിലേക്ക് പോവുക. അപ്പോൾ ആ ജീൻ പൂളിൽ നിന്ന് അവരുടെ ആ ജീൻസ് വേറെ ജീൻ പൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? അലീൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. ഇനി അടുത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതും ഈ പറഞ്ഞ പോലെ ജീൻ ഫ്ലോ ആണ്, പക്ഷേ അത് ബൈ ചാൻസിൽ നടക്കുന്നതാണ്, അത് പ്ലാൻഡ് അല്ല, ബൈ ചാൻസ്.
നെക്സ്റ്റ് വൺ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. അപ്പോഴും അലീൽ ഫ്രീക്വൻസി വേരിയേഷൻ വരാം. ദെൻ ജനറ്റിക് റീകോമ്പിനേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ക്രൊമാറ്റിഡ്സ്. നെക്സ്റ്റ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ 3 തരത്തിൽ, ഒരു പോപ്പുലേഷനിൽ 3 തരത്തിൽ ഉണ്ടാവാം. സ്റ്റെബിലൈസിങ് ആവാം, ഡയറക്ഷണൽ ആവാം, ഡിസ്റപ്റ്റീവ് ആവാം. ഇതോടുകൂടി ഈ പോർഷൻ അവസാനിച്ചിരിക്കും. ഹാർഡി-വിൻബർ പ്രിൻസിപ്പിൾ ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി-വിൻബർ പ്രിൻസിപ്പിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രാഫൊക്കെ വെച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. ഓരോ ഗ്രാഫും എന്തിനാണ് കാണിക്കുന്നത്, ഏതൊക്കെ ടൈപ്പാണ് നാച്ചുറൽ സെലക്ഷൻ, ഹാർഡി-വിൻബർ പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രോബ്ലം നേരത്തെ കണ്ടുപിടിച്ചില്ലേ, പി ക്യൂ ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. അങ്ങനെ ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ.